നമസ്തേ. വിക്ടിം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫൈറ്റ്, ഫ്ലൈറ്റ് ഓർ ഫ്രീസ്. സാധാരണ ഒരു മനുഷ്യർക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് അധികം താമസിയാതെ തന്നെ സാധാരണ അവസ്ഥയിലേക്ക് അവർ മടങ്ങും. അവരുടെ ശാരീരികമായ മസ്കുലർ സിസ്റ്റം ആണെങ്കിലും നെർവസ് സിസ്റ്റം ആണെങ്കിലും അവരുടെ ബ്രെയിൻ ആണെങ്കിലും ഗട്ടാണെങ്കിലും എല്ലാം ബാലൻസിലേക്ക് വരും. എന്നാൽ പ്രൊലോങ്ഡായിട്ടുള്ള പ്രശ്നം കൊണ്ട് ഈ വിക്ടിമ് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ എപ്പോഴും അസ്വസ്ഥത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിക്ടിം ഒരു ഹൈപ്പർ വിജിലൻ്റ് ആയിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. നമ്മുടെ ബ്രെയിനിനുള്ളിൽ ടെമ്പറൽ ലോബിൽ ആൽബൺ ഷേപ്പിൽ ക്ലസ്റ്റർ ഓഫ് ന്യൂറോൺസ് ഉണ്ട്. അത് അമഗ്ഡല എന്നാണ് അറിയപ്പെടുന്നത്. ഈ അമഗ്ഡല നമുക്കുണ്ടാകുന്ന ഇമോഷൻസ്, പ്രത്യേകിച്ച് ഭയവുമായിട്ട് ബന്ധപ്പെട്ടത് അതുപോലെയുള്ള ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യേണ്ടതാണ്. ഇത് ത്രെറ്റ് ഡിറ്റക്ടറാണ്. അതുകൊണ്ട് തന്നെ ഫിയർ റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറീസൊക്കെ കൺട്രോൾ ചെയ്യേണ്ട ജോലി അമഗ്ഡലയ്ക്കാണ്. ഒരു വിക്ടിമിൻ്റെ അമഗ്ഡല ഓവർ ആക്ടിവേറ്റഡ് ആയിരിക്കും. പരിണിത ഫലമായി ഓവർ തിങ്കിങ്, ഓവർ റിയാക്ടിങ്, വലിയ കാരണങ്ങളില്ലാതെ തന്നെ ഞെട്ടുക, അധികമായിട്ട് പ്രതികരിക്കുക, ഇതൊക്കെ വിക്ടിം ചെയ്യുന്നതിൻ്റെ കാരണം ഓവർ ആക്ടിവേറ്റഡ് അമഗ്ഡലയാണ്. അതുകൊണ്ട് വിക്ടിം പെട്ടെന്ന് അങ്ങോട്ട് കാമാകുന്നില്ല. പരിണിത ഫലമായി ഒരു ക്രോണിക് സ്ട്രെസ്സിലേക്ക് വഴുതി വീഴുകയാണ് വിക്ടിം. അങ്ങനെ സ്ട്രെസ് ഹോർമോൺസ്, കോർട്ടിസോൾ പോലെയുള്ളത് കൂടുന്നു. ഉറക്കക്കുറവ്, ക്ഷീണം, എന്നാൽ ഉറക്കം തൂങ്ങൽ, ഇതുപോലുള്ള അവസ്ഥയിലേക്ക് നിരന്തരമായി അവരെത്തുകയാണ്. ക്രോണിക് അവസ്ഥയിലേക്ക് പോവുകയാണ്. ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതുപോലുള്ള മാനസിക പ്രശ്നങ്ങളും അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. വല്ലപ്പോഴും വരുന്നതല്ല, സ്ഥിരമായിട്ട് തന്നെ ബ്ലോട്ടഡ് ഫീലിങ്ങും വയറുമായി ബന്ധപ്പെട്ട മറ്റ് രോഗങ്ങളും എല്ലാം അവരെ കാർന്നു തിന്നും. മസിൽ ടെൻഷൻ, പെയിൻ, വീക്കണിങ്, മാൽഫങ്ഷൻ ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒട്ടനവധി രോഗങ്ങൾ, അസ്വസ്ഥതകൾ, ലക്ഷണങ്ങൾ ഇവരുടെ ശരീരവും മനസ്സും പ്രകടമാക്കിക്കൊണ്ടിരിക്കും. ഇതിനെ സൊമാറ്റൈസേഷൻ എന്നാണ് പറയുന്നത്. അതായത് സപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് അതിന് പ്രകടമാക്കാൻ മറ്റ് മാർഗങ്ങളൊന്നുമില്ലാതെ വരുന്ന സമയത്ത് ബോഡി ഓർമ്മയായിട്ട് ഇതെല്ലാം സൂക്ഷിക്കും. അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അത് പ്രകടമാക്കും. ഉദാഹരണത്തിന് ചില ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് അത് കയ്പ്പ് തോന്നുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോഹത്തിൻ്റെ ചുവ വരിക. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? അവരിൽ അടിച്ചമർത്തിയ വികാരങ്ങളുടെ ശാരീരികമായ മാനിഫെസ്റ്റേഷൻസാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഓവർ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള സിമ്പതറ്റിക് നെർവുകളുടെ പ്രവർത്തനങ്ങൾ, സലൈവ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഗട്ട് ഹോർമോൺസ്, ഗട്ടുമായി ബന്ധപ്പെട്ട ബാക്ടീരിയ, ആസിഡ് ബേസ് ബാലൻസ്, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് രോഗി അനുഭവിക്കുന്നുണ്ട് വളരെ ക്രോണിക്കായിട്ട്. ചില വിക്ടിമിനെ സംബന്ധിച്ചിടത്തോളം കഠിനമായ എന്തോ നെഞ്ചത്തെടുത്ത് വെച്ചിരിക്കുന്ന പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അത് അല്പസമയത്തേക്കല്ല, ആ ഭാരം അവർ കൊണ്ടു നടക്കുകയാണ്. അതുകൊണ്ടാണ് ക്രോണിക് എന്ന് ഉദ്ദേശിക്കുന്നത്. ചില ആൾക്കാർ പല്ല് കടിക്കുക, എപ്പോഴും മുഖപേശികൾ വരിഞ്ഞു മുറുകിയിരിക്കുന്നതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഭക്ഷണത്തിന് കയ്പ്പ് തോന്നുന്നത് അവരുടെ ജീവിതത്തിലെ കയ്പാർന്ന ജീവിതാനുഭവത്തിൻ്റെ പ്രകടനമായിട്ട് വേണം നമ്മളതിനെ കാണാൻ. ജോയിൻസിനുണ്ടാകുന്ന പെയിൻ, സ്റ്റിഫ്നെസ്, ഇതെല്ലാം ലക്ഷണങ്ങൾ തന്നെയാണ്. ഇതെല്ലാം ഇത്തരത്തിലുള്ള സൊമാറ്റൈസേഷൻ വിക്ടിം നിരന്തരമായി ക്രോണിക്കായി എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഹീലിംഗ് ജേർണിയിലേക്ക് നമ്മൾ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ എടുത്തു പറയട്ടെ. നമ്മുടെ ശരീരത്തിലും മനസ്സിലുമുള്ള എല്ലാ അനുഭവങ്ങളെയും എക്സ്പീരിയൻസിനെയും തിരിച്ചറിയുക എന്നുള്ളത് ഹീലിങ്ങിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൈപ്പർ വിജിലൻ്റ് ആവുന്നതിലൂടെ നെർവസ് സിസ്റ്റം ഡിസ്റെഗുലേറ്റഡ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ വിക്ടിം എങ്ങനെ അത് റീട്രെയിൻ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്
നിങ്ങൾ അങ്ങനെ ഒരു അപകടത്തിലല്ല എന്നുള്ളതാണ്. ഒരു അപകടത്തിൽപ്പെട്ട ആൾ അതിൽ ഉഴലുന്നത് പോലെ നിങ്ങളതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ അതിൽ അലിഞ്ഞു ചേർന്ന് നിങ്ങളുടെ വ്യക്തിത്വം ഇല്ലാതെയായി നിങ്ങൾ ശൂന്യമായി പോയി എന്ന ധാരണ അവസാനിപ്പിക്കുക. യു എക്സിസ്റ്റ്, നിങ്ങൾ അങ്ങനെ തന്നെ ഉണ്ട് എന്നുള്ള അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം ഹീലിംഗ് ആരംഭിക്കാൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റിലാക്സേഷനാണ്. നമ്മുടെ ശരീരം റിലാക്സ്ഡ് ആകുമ്പോഴാണ് അവയർനെസ് കൂടുന്നത്. ഉദാഹരണമായിട്ട് ആ വ്യക്തിയുമായിട്ട് വിക്റ്റിം ഇടപെടുന്ന സാഹചര്യത്തിൽ ബോഡി ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരോഷ്മാവ് പെട്ടെന്ന് കൂടുന്നു, നമുക്ക് ദേഷ്യം വരുന്നു, ചില സന്ദർഭത്തിൽ നമ്മുടെ ബ്രീത്ത് വ്യത്യാസം വരുന്നു. ഇത് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അതിന് പരിഹാരം നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് പരിഹാരം കാണുന്നത്? റിലാക്സേഷനിലൂടെയാണ്. ആ ഒരു രംഗം അവസാനിച്ച് കഴിയുമ്പോഴത്തേക്ക്, കോൺവെർസേഷൻ അവസാനിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചറിയുകയാണ് ആ ആളുമായിട്ടുള്ള ഇടപാടിൽ നമ്മുടെ ശരീരം റിലാക്സേഷനിലേക്ക് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. പ്രശ്നം എൻ്റെതല്ല, പ്രശ്നം അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ്. നമ്മളെ കറക്റ്റ് ചെയ്ത് ബാലൻസിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് അവിടെ വരേണ്ടത്. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പ്രതികരിക്കുന്നത് അങ്ങോട്ട് അവസാനിക്കാൻ തുടങ്ങും. ഈ സംഭാഷണം എനിക്കൊരു ത്രെട്ട് അല്ല എന്ന് തിരിച്ചറിവ് വരും. ആ സാഹചര്യങ്ങളിലൊക്കെ അമഗ്ഡല റിലാക്സ്ഡ് ആയിരിക്കും, ഓവർ ആക്ടിവേറ്റഡ് ആവുന്നില്ല. ആ സ്ട്രെസ് പാറ്റേൺസ് എല്ലാം പെട്ടെന്ന് തിരിച്ചറിയുന്നതുകൊണ്ട് അതിലോട്ട് പോകാതെ ബാലൻസായിട്ട് നിലനിൽക്കാനായിട്ട് വിക്ടിമിന് സാധിക്കുന്നു. അങ്ങനെ കാമായിട്ടിരിക്കാനും റിലാക്സ്ഡ് ആയിട്ടിരിക്കാനും പറ്റുന്നത് കൊണ്ട് യെസ് പറയേണ്ടടുത്ത് യെസ് പറയാനും, നോ പറയേണ്ടടുത്ത് നോ പറയാനും, ചിലടത്ത് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനും, അങ്ങനെ ആ സ്വസ്ഥത മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇങ്ങനെ സ്ട്രെസ് ഹോർമോൺ നോർമലൈസ് ചെയ്യപ്പെടുന്നു, ഓവർ തിങ്കിങ് കുറയുന്നു, ചലഞ്ചസിനെല്ലാം പുതിയ സൊല്യൂഷൻസ് കൈവരുന്നു. സ്ട്രാറ്റജിക്കലി ഓരോ പ്രോബ്ലം വരുമ്പോഴും ചിന്തിച്ച് സൊല്യൂഷൻസ് കാണാൻ ഉള്ള പ്രാപ്തിയിലേക്ക് ആ വ്യക്തി മടങ്ങി വരുന്നു. അതിലൂടെ ആ ഹൈപ്പർ വിജിലൻസ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇമോഷൻസ്, എക്സസീവായിട്ടുള്ള ഇമോഷൻസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു. ബോഡി മൈൻഡ് തമ്മിലുള്ള ആ കണക്ഷൻസ് എൻഹാൻസ് ചെയ്യപ്പെടുന്നു. അധികരിച്ച ഹോർമോൺസ്, എസ്പെഷ്യലി ഇത് സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ നോർമലൈസ് ആവുന്നു. അങ്ങനെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുകയും പ്രോബ്ലം സോൾവിങ്ങിനുള്ള വഴി തെളിയുകയും ചെയ്യും. ഈ വ്യക്തിയുടെ നെർവസ് സിസ്റ്റം റെസിലിയൻ്റ് ആകുന്നത് കൊണ്ട് ഈ ട്രിഗർ ട്രേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയെ ചുറ്റിപ്പറ്റി അതുമായി ബന്ധപ്പെട്ട് മെനഞ്ഞെടുത്ത ഒരു വ്യക്തിത്വം അത് കുറേശ്ശെയായിട്ട് മാഞ്ഞു പോവുകയും തൻ്റെ തന്നെ വ്യക്തിത്വം ഒരു വിക്ടിമിന് തെളിഞ്ഞു വരികയും ചെയ്യും. അതിലൂടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം, സ്റ്റെബിലിറ്റി, സ്ട്രെങ്ത് ഇവ വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാം. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അതിൻ്റെ ഓപ്റ്റിമം ലെവലിൽ നടക്കുന്നത് ശാസ്ത്രീയമായി പറഞ്ഞാൽ അത് റിലാക്സ്ഡ് ആയിട്ടുള്ള സന്ദർഭത്തിലാണ്. ഉദാഹരണമായി സെല്ലുലാർ റിപ്പയർ ആൻഡ് റീജനറേഷൻ, മസിൽ ബിൽഡിംഗ്, പ്രോട്ടീൻ സിന്തസിസിലൂടെ നടക്കുന്നത്, ഓർഗൻസിൻ്റെയൊക്കെ പെർഫോമൻസ്, അതുപോലെ തന്നെ അതിൻ്റെ ഓപ്റ്റിമം ലെവലുള്ള ഫങ്ഷൻസ്, സർവോപരി മെൻ്റൽ ഇമോഷണൽ ഗ്രോത്ത്. നമ്മൾ വായിക്കുന്നതും കാണുന്നതും ചിന്തിക്കുന്നതും എല്ലാം ഏകോപിപ്പിക്കുവാനും പുതിയ വിഷയങ്ങൾ പഠിക്കാനും എല്ലാം റിലാക്സ്ഡായിട്ട് നമ്മുടെ പ്രശ്നങ്ങളെ മാറി നിന്ന് കാണാൻ സാധിക്കുന്നതിലൂടെ, ഒരു ഒബ്സർവേഷനിലൂടെ, റിലാക്സേഷനിലൂടെ വിജയം കണ്ടെത്തുന്ന വിക്ടിമിന് സാധിക്കുകയാണ്. ഇതിലൂടെയൊക്കെ ആത്യന്തികമായി എന്താ സംഭവിക്കുന്നത്? നമ്മൾ ജീവിതത്തിൽ ഒത്തിരി പേഴ്സണാലിറ്റികളുമായിട്ട് ഇടപെടുന്നുണ്ട്. ആ വ്യത്യസ്തമായ പേഴ്സണാലിറ്റികളെയൊക്കെ വ്യത്യസ്തതയോടെ കാണാനും, ഞാൻ എന്ന വ്യക്തി അതിൻ്റെ വ്യക്തിത്വം കൊണ്ട് ഓരോരുത്തരെയും നിർത്തേണ്ടടുത്ത് നിർത്താനും, അവരുമായിട്ടൊക്കെ ഉള്ള ഇടപാടുകൾ എങ്ങനെയാണെന്ന് സ്വയം ബോധ്യപ്പെടുവാനും, അവിടെ അവരവരുടെ വ്യക്തിത്വത്തിന് ഭംഗം വരാതെ വ്യക്തി കേന്ദ്രീകൃതമായി വളരാനും ഒരു മച്യൂറിറ്റി ഇതുപോലുള്ള ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ നമുക്ക് കൈവരുന്നു. അങ്ങനെ പോസിറ്റീവായിട്ട് ഇതിനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗ്രോത്ത് പ്രോസസ്സിൽ നമ്മൾ ഏർപ്പെട്ടു എന്ന് തന്നെ കരുതാം.
എന്തായാലും ഒരു പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് അനിവാര്യമാണല്ലോ. ഞാനീ പറഞ്ഞതുപോലെ സ്വയം നിരീക്ഷണത്തിലൂടെ അതിജീവന ശക്തിയെ ത്വരിതപ്പെടുത്തിക്കൊണ്ട് അവരുടെ വ്യക്തിത്വം അഭംഗുരം കാത്തു സൂക്ഷിച്ച് പ്രശ്നം നമ്മളിലല്ല അവരിലാണ്, നോട്ട് വിത്ത് യു, സംതിങ് റോങ് വിത്ത് ഹിം ഓർ ഹെർ എന്ന് കരുതാൻ നാം പ്രാപ്തരാകേണ്ടതുണ്ട്. താങ്ക് യു. നമസ്തേ.